السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين سيدنا ونبينا محمد الصادق الوعد الأمين، وعلى آله الطيبين الطاهرين وصحابه الغر الميامين وأزواجه الطاهرات أمهات المؤمنين. ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ഏറെ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദിർ ഫൈസി ഉസ്താദ് അവർകൾ, ഇവിടെ സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുനീർ പുറമേരി അവർകൾ, ഈ മഹത്തായ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ MA സലാം റഹ്മാനി ഉൾപ്പെടെ ദാരിമി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ, ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും അവൻ്റെ പൊരുത്തത്തിലേക്കും അവൻ്റെ സ്നേഹത്തിലേക്കും നമ്മെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്ന സംഗമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെയൊക്കെ എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വിട്ടുപുറത്ത് മാഫാക്കി തരുകയും ചെയ്യട്ടെ. മജ്ലിസുന്നൂർ, അതുപോലെ ഷെയ്ഖുന വില്യാപ്പള്ളി ഉസ്താദ്, വാവാട് ഉസ്താദ് എന്നീ മഹത്തുക്കളായ ആളുകൾ, അവരെയൊക്കെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് സുന്നി സെൻറ്ററിൻ്റെ കീഴിൽ നമ്മൾ ഈ മഹത്തായ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ആദരിച്ച ആളുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, അവരെ ആദരിക്കുക, അവരെ സ്മരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിസ്കാരം ഉൾപ്പെടെയുള്ള ഇബാദത്തുകളുടെ ഒരു ഭാഗമാണ്. നമ്മുടെ ഒരു വിശ്വാസിയുടെ അടിസ്ഥാന വിശ്വാസത്തെ ഏറ്റവും അധികം ശക്തിപ്പെടുത്താനുള്ള ഒരു പിടിവള്ളിയാണ് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുകയും അവരെ അനുസ്മരിക്കുകയും ചെയ്യുക എന്നുള്ളത്. മഹാനായ സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമയത്തു സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു തആല അൻഹു തൻസിലു റഹ്മ യഖൂലു തൻസിലു റഹ്മത്തു ഇൻദ ദിക്രി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ ആളുകൾ അനുസ്മരിക്കുന്ന സ്ഥലങ്ങൾ, അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും. അള്ളാഹുവിൻ്റെ തൻസിലു റഹ്മ ഇൻദ ദിക്രി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ ആളുകൾ, അള്ളാഹു ആദരിച്ച ആളുകൾ, അള്ളാഹുവിൻ്റെ അംബിയാ മുർസലുകൾ അലൈഹിമുസ്സലാത്തു വസ്സലാം, അവരുടെ പിൻഗാമികളാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അവർ അനുസ്മരിക്കുന്ന മജ്ലിസ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങാൻ കാരണമാകുന്ന പ്രവൃത്തിയാണ്. ആ മജ്ലിസിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങും. ഇത് മഹാനായ സയ്യിദുനാ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇഹ്യാഉൽ ഇമാം ഗസ്സാലി ഉൾപ്പെടെ വ്യത്യസ്തമായ വാക്കുകളോടുകൂടി സമാനമായ ആശയം നിരവധി മഹത്തുക്കളെ തൊട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പ്രതിപാദിച്ചതായി കാണാം. നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നതിനാണ്. ഇവിടെ നമ്മൾ സ്മരിക്കുന്നത് ബദരീങ്ങളെയാണ്, അവരുടെ നേതാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ബദരീങ്ങളാകുന്ന ആ അത്യുന്നതരായ ആളുകൾ, അംബിയാ മുർസലുകൾ കഴിഞ്ഞാൽ മനുഷ്യകുലത്തിലെ ഏറ്റവും ഉന്നതമായ ആളുകൾ അത് അസ്ഹാബു സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്താണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ മനുഷ്യകുലത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകൾ, ആ ഉന്നതരായ കൂട്ടത്തിൽ നിന്നും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകക്കാരായിക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരെയാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ പ്രതിപാദിപ്പിക്കപ്പെട്ട മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരള മുസ്ലിമീങ്ങളുടെ ആധികാരിക പരമോന്നത പണ്ഡിത സഭയിൽ ദീർഘകാലം ആ ഉന്നതമായ മുഷാവറയിൽ ഇരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ രണ്ട് മഹത്തുക്കൾ, അവരെ നമ്മൾ അനുസ്മരിക്കുന്നത്. മഹാനായ സയ്യിദ് മുഹമ്മദ് ബിൻ യൂനുസ് എന്ന് പറഞ്ഞ വലിയൊരു മഹാനുണ്ട്. അവർ പറയുന്നുണ്ട്, മാ റഅയ്തു ലിൽ ഖൽബി അൻഫഅ മിൻ ദിക്രി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്നതിനേക്കാളും ഹൃദയത്തിന് ഉപകാരമുള്ള മറ്റൊരു കാര്യവുമില്ല. അത്രയധികം നമ്മുടെ ഹൃദയത്തിന് അതിന് സ്വാധീനം ചെലുത്തപ്പെടുകയും അവരുടെ മാർഗത്തിലേക്കും അവരുടെ പ്രത്യേകമായ നോട്ടത്തിലേക്കും നമ്മളെ സഞ്ചരിപ്പിക്കാനുള്ള ഏറ്റവും ഉന്നതമായ വഴിയാണ് ഇങ്ങനത്തെ സംഗമങ്ങൾ. മഹാനായ സയ്യിദുനാ ബിശ്റുൽ ഹഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹസ്ബുക അൻ അഖ്വാമൻ മൗതാ തഹ്യൽ ഖുലൂബ്. നിനക്ക് മതിയായതാണ്,
ആര് മതിയായതാണ്? അന്നഖ്വാമൻ മൗതാ തഹ്യൽ ഖുലൂബ്, മരിച്ചുപോയ ചില ആളുകൾ പക്ഷേ തഹ്യൽ ഖുലൂബ്, അവർ ഹൃദയത്തെ അവർ ജീവിപ്പിക്കും. എന്നാലോ തഹ്യൽ ഖുലൂബ് ബിദിക്രിഹിം, അവരുടെ ദിക്ർ കൊണ്ട് ഹൃദയത്തിന് ജീവൻ വെക്കും. വന്നഖ്വാമൻ അഹ്യാ തഖ്സുൽ ഖുലൂബ് ബിറുയതിഹിം, പിന്നെ ജീവിച്ചിരിക്കുന്ന ചില ആളുകൾ അവരെ കാണൽ കൊണ്ട് ഹൃദയം കറുത്തുപോകും. ഈ ഒരു പാഠം നിനക്ക് മതിയായതാണ്. വലിയ ആളുകൾ, മഹാന്മാരായ ആളുകൾ, അവരെ സംബന്ധിച്ച് അന്നഖ്വാമൻ മൗതാ തഹ്യൽ ഖുലൂബ് ബിദിക്രിഹിം, ആ മരണപ്പെട്ട ആളുകൾ അവരുടെ ദിക്ർ കൊണ്ട് ഹൃദയത്തിന് ജീവൻ വെക്കും. ഹൃദയത്തിന് ജീവൻ വെക്കും. അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും അവരനുസ്മരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് അങ്ങനത്തെ ആളുകളുമായി നമ്മൾ സംഗമിക്കുകയും അങ്ങനത്തെ ആളുകൾ അനുസ്മരിക്കുകയും ചെയ്യുക. എന്നാൽ ചില ആളുകളുണ്ട്, ജീവിച്ചിരിക്കുന്ന ചില ആളുകൾ, അവരെ കണ്ടാൽ തന്നെ നമ്മുടെ ഹൃദയം കറുത്തുപോകും. ഈ പാഠം നീ ഉൾക്കൊള്ളൽ നിന്റെ ആത്മീയമായ വളർച്ചയ്ക്ക് നിനക്ക് മതിയായതാണെന്ന് സയ്യിദുനാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തതായ മഹത്തുക്കൾ അവരനുസ്മരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ പാതയിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കീഴിൽ അണിനിരക്കുകയും അവരുടെ വഴിയിൽ സഞ്ചരിക്കുകയും നമ്മൾ ചെയ്യണം. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 ലോകത്തെ വിജയവും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ തഹത്തിൽ അവന് ലഭിക്കും. മഹാനായ സയ്യിദുനാ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ അറത്ത സആദത ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് വിജയം ആഗ്രഹിക്കുന്നുണ്ടോ, ഇജ്അൽ നഫ്സക ഫീ ഖൽബി വലിയ്യിൻ മിൻ ഔലിയാഇല്ലാ, നിന്റെ നഫ്സിനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ നീ ആക്കണം. അപ്പം മഹാനവറുകളോട് ചോദിച്ചു, കൈഫ ദാലിക്, അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന്. അപ്പം മഹാനായ ഇമാം ഗസ്സാലി ഹുജ്ജത്തുൽ ഇസ്ലാം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, തുഹിബ്ബുഹും ഫയുഹിബ്ബൂനക്, നീ അവരെ ഇഷ്ടപ്പെടുക, ഫയുഹിബ്ബൂനക്, അപ്പം അവർ നിന്നെ ഇഷ്ടപ്പെടും. ഫഇന്ന ഖുലൂബഹും ഹിയ മഹല്ലു നദരില്ലാഹ്, നിശ്ചയം അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഹൃദയം, വവാട് ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമായ ആളുകൾ, അവരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് ഹിയ മഹല്ലു നദരില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലാണ്. അള്ളാഹുമായി നമ്മളെ ഹൃദയങ്ങൾ മാതിരിക്കല്ല. നമ്മളെ ഹൃദയങ്ങളെ കുറച്ച് സമയം അള്ളാഹുവിനെ സ്മരിച്ചാൽ അതിനേക്കാൾ എത്രയോ അധികം സമയം നമ്മൾ ഹൃദയ ഖഫലത്തിലാണ് ഉണ്ടാകുക. എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഹൃദയമോ, അവിടെ ഹൃദയം എപ്പോഴും അല്ലാഹ് അല്ലാഹ് എന്ന ചിന്തയിലാണ് അവരുടെ ഹൃദയം ഉണ്ടാകുക. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി പ്രത്യേകമായൊരു ബന്ധം അവരുടെ ഹൃദയത്തിലുണ്ടാകും. അള്ളാഹുവിൻ്റെ നോട്ടത്തിൻ്റെ മഹല്ലായി നിൽക്കുന്നതായ ഹിയ മഹല്ലു നദരില്ലാ, അത് അള്ളാഹിൻ്റെ നോട്ടത്തിൻ്റെ മഹല്ലാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ലഅല്ലല്ലാഹു യജിദുക ഫീ ഖൽബിഹി ഫയർഹമക്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ, ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ഇങ്ങനത്തെ മഹാന്മാരുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മളെപ്പോലെയുള്ള പാപികളായ ആളുകളുടെ പേരുകൾ ആ ഹൃദയത്തിൽ കാണുകയും അല്ലാഹു ഫയർഹമക, അത് കാരണമായിക്കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്തേക്കാമെന്ന് സയ്യിദുനാ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതൊരു വൈകേട് ഇതിനെ സംബന്ധിച്ച് പറയാന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെ, ഈ വിശുദ്ധമായ ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ നിഷേധിക്കലാണത്. അള്ളാഹു ആദരിച്ചതിന് ആദരിക്കുകയും അവരനുസ്മരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്തഹിയാത്തിൽ പോലും ഇബ്രാഹിമിയ സലാത്തോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും അനുസ്മരിച്ചിട്ടാണ് നമ്മളെ നിസ്കാരം പോലും നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റൂ. അത്രയധികം ഈ വിശുദ്ധമായ ദീൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ അതനുസരിച്ച് ജീവിക്കുന്നുണ്ട്. അള്ളാഹു അത്തരം മുഅ്മിനീങ്ങൾ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വൈകേടിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഒരു അടിസ്ഥാന തത്വം, വിശുദ്ധമായ ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ്, മർമ്മങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത്. ആ അടിസ്ഥാനപരമായ വിശ്വാസത്തിനെ ശക്തിപ്പെടുത്തുന്ന ഏത് പ്രവൃത്തികളും വിശുദ്ധമായ മതത്തിൽ പുണ്യവും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതെന്ന് മാത്രമല്ല, അത് ആ അടിസ്ഥാന തത്വത്തിനെ ശക്തിപ്പെടുത്തുന്നു എന്ന നിലക്ക് ആ പ്രവൃത്തികൾ ഒരു വിശ്വാസിയുടെ വിശ്വാസം ഇളകിപ്പോകാതിരിക്കാൻ
വൈകേടിലാവാതിരിക്കാൻ അത് അത്യാവശ്യവും അഭിവാജ്യവുമാണ്. അതിനുവേണ്ടിയാണ് നമ്മളെ കൂടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു ഇതിലും മനോഹരമായ നിലയിൽ സ്വർഗീയ ലോകത്ത് ഈ മഹാന്മാരോടൊപ്പം നമ്മളെയും നമ്മൾ അഖിലുകാരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മളിവിടെ അനുസ്മരിക്കുന്ന ഇവിടെ പറയുന്നു വാവാട് ഉസ്താദും അതുപോലെ ബഹുമാനപ്പെട്ട വെല്ലിയാപ്പള്ളി ഉസ്താദും. വാവാട് ഉസ്താദിൻ്റെ ജീവിതം അവരൊക്കെ ഇന്നലില്ലാഹി ഇബാദം ഫുതന തല്ലഖു ദുനിയ വഖാഫുൽ ഫിതന. അള്ളാഹുവിന് ചില ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. അവർ ഈ ദുനിയാവിൻ്റെ അപകടങ്ങൾ, ദുനിയാവിൻ്റെ ഭവിഷ്യത്തുകൾ അവർ മനസ്സിലാക്കിയപ്പോൾ ദുനിയാവിനെ അവർ സമ്പൂർണ്ണമായി ഒഴിവാക്കുകയും അള്ളാഹുവിലേക്ക് അവർ സഞ്ചരിക്കുകയും ചെയ്ത ആളുകൾ. അവരുടെ പാന്താവാണ് നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നമ്മൾ 5 വക്ത് ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു ഇനി ഞങ്ങൾ നേർമാർഗ്ഗത്തിലാക്കണേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി. അവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ഉലമാക്കൾ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ആളുകൾ. ഈ ഉലമാക്കൾ, ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ആലിമാരോ അവനാണ് വലി. നമ്മൾ പൊതുവേ ആലിമ് വലി എന്ന് പറഞ്ഞാൽ നമ്മൾ അബദ്ധത്തിൽ എന്തൊക്കെയോ വളരെ ലഹരി ഉപയോഗിച്ചെടുക്കണം നമ്മൾ വലിയെന്ന് വിളിക്കും. നേർക്ക് നടക്കുന്ന ആളുകൾ ഒരു വലിയ ആലിമെന്ന് പറയും. അങ്ങനല്ല, യഥാർത്ഥമായ ആലിമാരോ അവനാണ് വലിയ. മഹാനായ അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ലം യകുനിൽ ഫുഖഹാഉ ഔലിയാ അല്ലാഹ് ഫലൈസ ലില്ലാഹി വലിയ്യുൻ. യഥാർത്ഥമായ ഫഖീഹ് ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, അങ്ങനെയുള്ള മഹത്തുക്കൾ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അല്ലെങ്കിൽ അള്ളാഹുവിന് വലിയ തന്നെ ഇല്ലാതാ. മഹാനായ അബൂ ഹനീഫയിൽ സമാനമായ ഉദ്ധരണി മഹാനായ ഖുത്ബുൽ അഖ്താബ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ തൊട്ടും മഹാനായ ഇമാമുന ഷാഫിഈ തങ്ങളെ തൊട്ടൊക്കെ ഇതിന് സമാനമായ ആശയം ഉദ്ധരിക്കുന്ന ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അവരെ കണ്ടാൽ അള്ളാഹുവിന് ഓർമ്മ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഔലിയാഉല്ലാഹ് അല്ലദീന ഇദാ റഊ ദുക്കിറല്ലാഹ്. അവരെ കണ്ടാൽ അള്ളാഹുവിന് ഓർമ്മ വരും. അവരെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അനുസ്മരിക്കും. അങ്ങനെയാണ് ആ മഹത്വ വാവാട് ഉസ്താദിൻ്റെയും ബഹുമാനപ്പെട്ട വെല്ലിയാപ്പള്ളി ഉസ്താദിൻ്റെയും ഒക്കെ അവരുടെ ഏറ്റവും വലിയൊരു ഖാദിം ഇവിടെയുള്ള സമയത്ത് അവരെ സംബന്ധിച്ച് എത്രത്തോളം വിശദീകരിക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ ആലോചിക്കണത്. അപ്പോൾ അത്രയും വലിയ മഹത്തുക്കൾ. അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിൻ്റെ ആ വലയും അപകടങ്ങളിൽ നിന്നും നമ്മൾ മോചിതരാവുകയും നമ്മൾ ഹൃദയം പ്രകാതാണ്. അല്ലദീന ഇദാ റഊ ദുക്കിറല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ഔലിയാക്കളെ വിശദീകരിച്ച് പറഞ്ഞു. അവരെ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മ വരും. അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ആളുകൾ, അവരാണ് ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ആദരിക്കണം. അവരെ പരിഹസിച്ച് കഴിഞ്ഞാൽ സൂഉൽ ഖാത്തിമ ഒരു മനുഷ്യന് സംഭവിച്ചു പോകും. അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ഉലമാക്കൾ, അതായത് യഥാർത്ഥമായ വിലായത്ത് അള്ളാഹു നൽകി ആദരിച്ചവർ, അവരെ പരിഹസിക്കുകയും അവരെ മോശമാക്കുകയും ചെയ്താൽ സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കാനില്ല. അതുകൊണ്ട് നാവ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. മഹാനായ അബൂ ഹാമിദിൻ ഗസാലി റളിയല്ലാഹു അൻഹു അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്നതിനെ വിശദീകരിച്ച് ഇഹ്യയിൽ പറയുന്നുണ്ട്, വമഅലൂമുൻ അന്നഹു ലാ റുത്ബത ഫൗഖ നുബുവ്വ, നുബുവ്വത്തിന്റെ മുകളിൽ ഒരു സ്ഥാനമില്ലെന്നത് അറിയപ്പെട്ട കാര്യമാണ്. വലാ ശറഫ ഫൗഖ ഷറഫിൽ വിറാസത്തി തിൽക റുത്ബ, ആ നുബുവത്താകുന്ന ഉന്നതമായ പദവിക്ക് അനന്തരമെടുക്കുന്നതിനേക്കാൾ മുകളിൽ ഒരു ഷറഫും ഭൂമിയിൽ വേറെ ഇല്ലെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു. അവരാണ് ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ. അവരാണ് ഉലമാക്കൾ. അവരുടെ സ്ഥാനം എത്ര? മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അർഫഉൻ നാസി ഇൻദല്ലാഹി മൻസില മൻ കാന ബൈനല്ലാഹി വബൈന ഇബാദിഹി. അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളവർ അള്ളാഹുവിൻ്റെ ആ ദിവ്യ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ്. വഹുമുൽ അംബിയാ വൽ ഉലമാ, അവർ അംബിയാക്കളാണ്. അംബിയാക്കൾ അനന്തരാവകാശികളായ ഉലമാക്കളാണ്. അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസിക്ക് നിർബന്ധമാണ്. പിന്നെ നമ്മൾ ഈ ഔലിയാക്കളായ ആളുകളെ ബേക്കിലൊക്കെ നടക്കുന്നതിൻ്റെ ഒരുപാട് ലക്ഷ്യങ്ങളിൽപ്പെട്ട ഉന്നതമായ ലക്ഷ്യം എന്താ? നാളെ ആഖിറത്തിൽ ഇവർക്ക് ശുപാർശയില്ലേ? അള്ളാഹുവിൻ്റെ അൽ അഖീദത്തുൻ നസഫിയയിൽ മഹാനായ ഉമർ നസഫി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, വശഫാഅത്തു സാബിതത്തുൻ ലിർറുസുലി വൽ അഖിയാരി ഫീ ഹഖ്ഖി അഹ്ലിൽ കബായിർ. അഖീദന്റെ ഗ്രന്ഥാണ് അൽ അഖീദത്തുൻ നസഫിയയിൽ ഉമർ നസഫി തങ്ങൾ വിശ്വസിക്കാണ്, വശഫാഅത്തു സാബിതത്തുൻ, ശുപാർശ സ്ഥിരപ്പെട്ടതാണ്, ലിർറുസുലി വൽ അഖിയാർ. ആർക്കൊക്കെ? അംബിയാ മുർസലുകൾക്ക് അലൈഹിമുസ്സലാത്തു വസ്സലാം, വൽ അഖിയാർ,
യഥാർത്ഥമായ ഉലമാക്കൾക്ക്, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾക്ക്, അവൻ്റെ ആബിദീങ്ങൾക്ക്, ഔലിയാക്കളായ ആളുകൾക്ക് നാളെ ശുപാർശയുണ്ടെന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്. എവിടെ? ഫീ ഹഖ്ഖി അഹ്ലിൽ കബായിർ, വൻദോഷം ചെയ്ത ആളുകളുടെ വിഷയത്തിൽ, നമ്മളെപ്പോലെ പാപങ്ങൾ ചെയ്തു കൂട്ടിയ ആളുകളുടെ വിഷയത്തിൽ നാളെ ഇവർക്ക് ശുപാർശ ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണെന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ, ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ, നാളെ മഹ്ശറയിൽ വെച്ചാൽ അതൊരു യാഥാർത്ഥ്യമാണത്. അമ്പിയാക്കളായ ആളുകൾക്കും ഔലിയാക്കൾക്കും വിശ്വസിച്ചു കൊള്ളണം. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയാണത്. അഖീദ വിശദീകരണം അല്ലാണ്ട് വഹാബികൾ വസൈക്കണമായിരിക്കല്ലത്, അള്ളാഹിന്റെ ദീനാണിത്. അവർക്ക് ശുപാർശയുണ്ട്. അപ്പം അവരുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ പരിഗണിക്കുകയും, അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എൻ്റെ ഷഫാഅത്ത് എൻ്റെ ഉമ്മത്തിൽ വൻപാപങ്ങൾ ചെയ്തവർക്കാണെന്നാ. അള്ളാഹു ആ ഷഫാഅത്തിൻ്റെ തഹത്തിൽ നമ്മളൊക്കെ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അതൊക്കെയാണ് നമ്മളെ പ്രതീക്ഷ. അപ്പോൾ ഈ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുത്തി ഇങ്ങനത്തെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളുമായുള്ള ബന്ധങ്ങൾ ഇല്ലാതാക്കുകയും മറ്റൊരു നിലയ്ക്ക് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആ വൈകേടുകളോട് ഒരു സന്ധിയും ചെയ്യാത്ത ആൾ. എന്തുകൊണ്ടാണ്? ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ഇവർ തകർക്കുന്നത്. വിശുദ്ധമായ ദീനിൽ സുസ്ഥിരമായി സ്ഥിരപ്പെട്ട എന്താ അവർ ചെയ്യണത്? സ്വാലിഹ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടാകുന്ന സമയത്ത്, ഒഴിവാകുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ശൈത്താനാൽ കീഴടക്കപ്പെടും. ശൈത്താനാൽ കീഴടക്കപ്പെട്ടാൽ നമ്മൾ നശിക്കും. അതുതന്നെയാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് ഇങ്ങനത്തെ മജ്‌ലിസുകളിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും ആളുകളായി നമ്മൾ ജീവിക്കുകയും, എന്നാൽ മരിക്കണ സമയത്തും നാളെ ആഖിറത്തിലും അവർ നമ്മുടെ കൈ പിടിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. അത് എല്ലാ മഹത്തുക്കളായ ആളുകളും വിശദീകരിച്ചതുമാണ്. നമ്മളിവിടെ ഒരുമിച്ച് കൊണ്ട് ബദരീങ്ങളെ അനുസ്മരിക്കുകയാണ്. അപ്പോൾ അവരുമായി നമുക്ക് ബന്ധമുണ്ടാകുകയാണ്. നമ്മളിവിടെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ അനുസ്മരിക്കുകയാണ്. അപ്പോൾ അവരുമായി നമുക്ക് ബന്ധമുണ്ടാകുകയാണ്. ഏറ്റവും പ്രയാസമേറുന്ന സമയത്ത് അവർ നമ്മളെ കൈപിടിക്കുകയും നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇവിടെ അനുസ്മരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദ്, അവർ മഹാനായ ശൈഖുന ശംസുൽ ഉലമ, അതുപോലെ സൈനുൽ ഉലമ എന്നറിയപ്പെട്ട അണ്ടോൺ ഉസ്താദ് ഉൾപ്പെടെയുള്ള മലയം അബൂബക്കർ ഉസ്താദ്, അവർ ഖുതുബിയോറിൻ്റെ ശിഷ്യനും CM വലിയുള്ളാഹിയുടെ ഉസ്താദുമാണല്ലോ. അവരടുത്തു നിന്നൊക്കെ നേരിട്ട് ഗ്രന്ഥങ്ങൾ ഓതി പഠിക്കുകയും ഈ ഒരു തസവുഫിൻ്റെ അള്ളാഹുവിൻ്റെ അംബിയാ മുർസലുകളായ ആളുകൾ ഭൂമിയിലേക്ക് വന്ന അവരുടെ ഉദ്ദേശങ്ങൾ ഖുർആൻ പറയണത് എന്താ? യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവരുടെ ആത്മീയമായ ശുദ്ധീകരണം അംബിയാക്കളുടെ ഭൂമിയിലേക്കുള്ള അയപ്പിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഉദ്ദേശമാണത്. അത് അംബിയാ മുർസലുകൾ കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ മശായിഖന്മാരായ ആളുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അവർ ഖിയാമത്ത് നാൾ വരെ അവർ ഭൂമിയിലുണ്ടാകും. അവർ ഭൂമിയിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരില്ലെങ്കിൽ അംബിയാ മുർസലുകൾ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ച തസ്കിയത്തിൻ്റെ ബാബ് അടഞ്ഞുപോയി എന്നാണ്. അതൊരിക്കലും സംഭവിക്കൂല. മുറബ്ബിയായ ഷെയ്ഖന്മാർ, മഷായിഖന്മാരായ ആളുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ഷെയ്ഖ് ജീലാനിയെപ്പോലെ, ഷെയ്ഖ് റിഫാഇയെപ്പോലെ, സയ്യിദുന അബുൽ ഹസൻ ഷാദുലി തങ്ങളെപ്പോലെയുള്ള റളിയല്ലാഹു അൻഹും അജ്മഈൻ, അങ്ങനത്തെ അങ്ങനെ വരുന്ന കണ്ണികളിൽപ്പെട്ട ആളുകളാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്നതായ വാവാട് ഉസ്താദ്, വില്യാപ്പള്ളി ഉസ്താദിനെ പോലത്തെ ആളുകൾ. അവർ തസ്കിയത്ത്, അവരുടെ ജനങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നമ്മളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞുകൂടിയിരിക്കുന്നതായ അതിൻ്റെ ഡോക്ടർമാർ അവരാണ്. നമ്മളൊരു പനി വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ഡോക്ടറെ കാണിക്കും. എന്നാൽ ഒരു പനി വരുന്നതിനേക്കാളും എത്രയോ അപകടം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം ദുഷിക്കുക എന്നുള്ളതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു, അതിനെ മോശമാക്കിയവൻ പരാജയപ്പെട്ടു എന്ന് നേർക്ക് നേർ വിശുദ്ധ ഖുർആൻ ശരീഫ് പറഞ്ഞതാണ്. അപ്പോൾ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നവരാണവർ. അവർ ഒരുപാട് മഹാനായ CM വലിയുള്ളാഹി, അതുപോലെ കക്കടിപ്പുറം ഒരിടത്താണ് ദലായിലുൽ ഖൈറാത്തിൻ്റെ ഇജാദത്ത്, അതുപോലെ ബദരിയത്തിൻ്റെ ഇജാദത്തൊക്കെ ബവാഡ് ഉസ്താദ് കരസ്ഥമാക്കിയത്. അതുപോലെ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ ഷെയ്ഖായ മഹാനായ ഐലിക്കാട് സിറാജുദ്ദീൻ വലിയുള്ളാഹ്, അതുപോലെ ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ, ശംസുൽ ഉലമയുടെ സഹോദരനാവുന്ന EK ഉമറുൽ ഖാദിരി ഉൾപ്പെടെയുള്ള ഖാദിരി തങ്ങളടുത്തു നിന്നൊക്കെ വന്ന വലിയ വലിയ ഇജാദത്തുകൾ ഒരുപാട് മഹത്തുക്കൾക്ക് അവർ കൊടുത്തായിരുന്നു. നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാം. അങ്ങനെ ഒരുപാട് ആളുകളെ ആ തർബീയത്തിൻ്റെ വഴിയിലേക്ക് ആക്കുകയും ഹറമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കുന്നതാണ്. 3 ദിവസം കൂടുമ്പോൾ അവരൊരു ഖത്തം തീർക്കുന്നതാണ് ഹറമിലൊക്കെ വന്നു കഴിഞ്ഞാൽ. അത്രയും സൂക്ഷ്മതയോടുകൂടി അവർ ജീവിക്കുക. എത്രത്തോളം അവരുടെ സൂക്ഷ്മത അറിയോ? അവർ ദർസ് പഠിക്കുന്ന കാലത്ത് PC കുഞ്ഞാലിൻകുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളടുത്ത് നമ്മൾ ദർസിന്ന് സീനിയറും ജൂനിയറും കിതാബ് ഓതി കൊടുക്കുമല്ലോ. അങ്ങനെ ഓതിക്കൊടുത്തൊരു ഉസ്താദുണ്ട്.
ആ ഉസ്താദിൻ്റെ മകൻ ഇവരുടെ നാട്ടിൽ ദർസ് പഠിക്കാൻ വന്ന സമയത്ത് ഉസ്താദിൻ്റെ വീട്ടിൽ ആ കുട്ടിക്ക് ചിലവുണ്ടായത്. ആ കുട്ടി വരുന്ന സമയത്ത് മിറ്റോ കടിച്ചു വാരി ഒരുങ്ങി നിൽക്കത്രേ. ദർസ് ഓതിക്കൊടുത്ത് ഉസ്താദിൻ്റെ മകൻ വരുന്ന സമയത്ത് അവർ മിറ്റോ കടിച്ചു വാരി വൃത്തിയാക്കി വെക്കാൻ പറയും അത്രേ. അത്രയും ആ ഗുരുബന്ധത്തിനും അതൊക്കെ വിലായത്തിൻ്റെ അടയാളങ്ങളാണത്. അതൊക്കെയാണ് വിലായത്തിൻ്റെ അടയാളങ്ങൾ. അതാണ് ഇസ്തിഖാമത്തിൻ്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ പറയും ഈ വായു നാപ്പിളെടുക്കലും ഈ കടലിൻ്റെ മേലെ നടക്കലൊന്നും അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കൊണ്ട് അള്ളാഹു ചെയ്യിക്കുകയും അതൊക്കെ സത്യവുമാണ്, അത്ഭുത സംഭവങ്ങളുണ്ടാവും. എന്നാൽ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇസ്തിഖാമത്താണ്. എല്ലാ സമയവും അള്ളാഹ് എന്ന ചിന്തയിൽ നടക്കുകയും അള്ളാഹുവിനെ കൃത്യമായി, അതാണ് ഏറ്റവും വലിയ കറാമത്ത്. ബാക്കിയൊക്കെ അതിൻ്റെ താഴെയാണ്. കാണിക്കുന്ന അത്ഭുത പ്രവൃത്തികളൊക്കെ ഔലിയാക്കളെടുത്ത്, അത്ഭുത പ്രവൃത്തികൾ ഔലിയാക്കളെടുത്തെന്ന് മാത്രമല്ല, ഷൈത്താനെ പൂജിച്ചിട്ട് സിഹ്റന്മാരെടുത്തൊന്നും ഉണ്ടാവും. സിഹ്റന്മാരെടുത്തൊന്നും അത്ഭുത പ്രവൃത്തി ഉണ്ടാവും. അതാണ് ഇവർ മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞത്, എന്ത് കാണിച്ചാലും കടലിൻ്റെ മേലെ മുസല്ലിട്ട് നിസ്കരിച്ചാലും ശരീഅത്തിൻ്റെ പ്രവൃത്തിയിൽ അവൻ പിഴച്ചവനാണോ അവൻ പിഴച്ചവൻ തന്നെയാണ്. അതാണ് അതിൻ്റെ മാനദണ്ഡം. അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ ശരീഅത്തായിരിക്കും. ഇങ്ങനത്തെ ബാവാട് ഉസ്താദിനെ പോലത്തെ ആളുകളോട് കൂടെ ഒരു മാസം നടന്ന് നമ്മൾ ഫത്ഹുൽ മുഈൻ ഓതേണ്ടി വരില്ല. അവരുടെ ജീവിതം നോക്കി അനുധാവനം ചെയ്താൽ ആ ഫത്ഹുൽ മുഈനായിരിക്കും അവരുടെ ജീവിതം. അത് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെയല്ലേ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പഠിച്ചെങ്ങനെ? അവർ കിതാബ് ഓതിയതല്ല. അതാണ് സ്വഹബത്ത് എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ തർബിയത്ത് എന്ന് പറഞ്ഞാൽ സ്വഹബത്താണ്. സ്വാലിഹീങ്ങളുമായിട്ടുള്ള സംഗമം, അവരുമായിട്ടുള്ള സഹവാസം. അത് ഇനി ലോകത്ത് അമ്പിയാക്കൾ ചെയ്ത പണി ഇനി അവരാണ് ചെയ്യുക. അമ്പിയാക്കളിലേക്ക് എങ്ങനെ ആ ജനത കൂട്ടിയണഞ്ഞുവോ അതുപോലെ സ്വാലിഹി, അങ്ങനെയാണ് ഈ നൂറ്റാണ്ടുകൾ അത്രയും ഇങ്ങനത്തെ വഹാബിസം പോലെയുള്ള ഫിത്നകളുടെ അടിസ്ഥാന ലക്ഷ്യം അതല്ലേ. അവരും നമ്മളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം, നമ്മൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ അമ്പിയാക്കൾ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇവരോ അതിനെ എങ്ങനെയെല്ലാം പരിഹസിക്കാൻ കഴിയോ അങ്ങനെയൊക്കെ പരിഹസിക്കുന്ന അങ്ങേയറ്റത്തെ വൈകേടിൻ്റെ വക്താക്കളും അള്ളാഹുയുടെ ശർറിനെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെയും നമ്മളെ അഹിലുകാരെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ വാവാട് ഉസ്താദ് മരണപ്പെട്ടത് അവരുടെ മശായിഖന്മാരായ കമാലുദ്ദീൻ ഖാദിരി, ചാപ്പരങ്ങാടി ഉസ്താദും ഐലക്കാട് സിറാജുദ്ദീൻ വലിയൊക്കെ മരണപ്പെട്ടെ അതേ ദുൽഹിജ്ജ മാസത്തിലാണ് അവർ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോയത്. അള്ളാഹുയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ ഒരു മനുഷ്യൻ നമ്മളെപ്പോൾ ആലോചിക്കുന്ന അഫ്ളലു ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇസ്തിആൽ ബിൽ ഇൽമാണ്. ഏറ്റവും അഫ്ളലായ ത്വാഅത്ത് എന്താ? ഇൽമുമായി ഇമാം നവവി തങ്ങൾ പോലെ പറഞ്ഞത് ഇന്നൽ ഇസ്തിആല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത്. ഇൽമു കൊണ്ട് ശൂലാകുക എന്നുള്ളത് ഏറ്റവും അഫ്ളലായ ത്വാഅത്തുകളിൽ പെട്ടതാണ്. അല്ല, ഏറ്റവും അഫ്ളലായ ത്വാഅത്ത് തന്നെയാണത്. ഒരു മനുഷ്യൻ തൻ്റെ ആയുഷ്കാലം മുഴുക്കെ ഇവിടെ സൂചിപ്പിച്ചു മഹാനായ ശൈഖുന വില്യാപ്പള്ളി ഉസ്താദ്, അള്ളാഹുവിടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹുവിൻ്റെയൊക്കെ മദദ് അള്ളാഹു രണ്ട് കൂട്ടരും നമുക്ക് നൽകട്ടെ. ഒരു മനുഷ്യൻ തൻ്റെ ആയുഷ്കാലം മുഴുക്കെ അഫ്ളലു ത്വാഅത്തും അഫ്ളലുൽ കറാമത്തുമായി ജീവിക്കുക. അതാണ് അവരൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏറ്റവും അഫ്ളലു ത്വാഅത്തുൻ അൽ ഇസ്തിആലു ബിൽ ഇൽമാണ്. ഇൽമു കൊണ്ട് ശൂലാണ്. എല്ലാത്തിനേക്കാളും നിസ്കരിക്കാൻ ആദ്യം പഠിക്കണ്ടേ? പഠിക്കാൻ നിസ്കരിക്കാൻ കഴിയോ? ഇൽമു കൊണ്ട് ശൂലാണ് ഏറ്റവും അഫ്ളല. അത് മക്കത്തെത്തിയാലും മദീനത്തെത്തിയാൽ പോലും ഇൽമു കൊണ്ട് ശൂലാലാണെന്ന് പറഞ്ഞ മഹാന്മാരായ ആളുകളുണ്ട്. അപ്പോൾ ഈ ഇൽമു കൊണ്ട് ഒരു ആയുഷ്കാലം മൊത്തം അഫ്ളലു ത്വാഅത്തിൽ ജീവിക്കുക. അഫ്ളലുൽ കറാമത്ത് എന്താ? ഒരിക്കലും അത്ഭുതങ്ങൾ കാണിക്കലല്ല. അത്ഭുതങ്ങൾ കാണിക്കും, കാണിക്കാതിരിക്കും. ഒരാൾ ഒരു അത്ഭുതവും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു വലിയല്ലാന്ന് പറയുകയോ? അതൊക്കെ നമ്മൾ വിശ്വസിക്കണതിൽ അബദ്ധം വരുന്നതായ ജഹലത്തരങ്ങൾ മാത്രമാണത്. ഇതങ്ങനെ പ്രസംഗിക്കും, അങ്ങനെ കേൾക്കും, അങ്ങനെ വിശ്വസിച്ച് പോരാണ്. ഏറ്റവും അഫ്ളലായ ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഔലിയാക്കളായ ആളുകൾ അവരൊന്നും വല്ല കറാമത്തും വെളിപ്പെട്ട അവർക്ക് പേടിയാണ്. ആരെങ്കിലും കാണുമെന്ന് അവർ ഭയപ്പെട്ടു പോവും. അവർ ഭയപ്പെടുകയാണ് ചെയ്യുക. എന്നാലും അങ്ങനെ വല്ലതും ഉണ്ട് എന്ന് തോന്നിയാൽ തന്നെ നോട്ടീസ് അടിച്ചിട്ട് ആളെ കൂട്ടുന്ന ഒരു കാലമാണ്. അള്ളാഹു അങ്ങനത്തെ അവസ്ഥകളൊക്കെ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അഫ്ളലുൽ കറാമത്ത് ഇസ്തിഖാമത്ത് എപ്പോഴും ഇത് രണ്ടും ഒരുമിച്ച് കൂടി ആയുഷ്കാലം മുഴുക്കെ അത് ചെയ്ത മഹാന്മാരാണ്. ഈ രണ്ട് ഉന്നതമായ പദവികൾ ഇൽമിൻ്റെ അഖിലുകാരുമാണ്, അവർ കറാമത്തിൻ്റെ അഖിലുകാരുമാണ്. അള്ളാഹുയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുകയും എല്ലാ വൈകേടുകളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. അതുപോലെ നമ്മളെപ്പോഴും ഇവരൊക്കെ നടന്നുപോയൊരു വഴി, അത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ വഴിയാണ് ഇവരൊക്കെ നടന്നുപോയ വഴി. ഒരിക്കലും ഹക്കും ബാത്തിലും ഒരിക്കലും യോജിച്ചു പോകില്ല. നമ്മളെപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷം കൊണ്ട് അവതരിപ്പിച്ച വിശുദ്ധമായ ദീൻ. ഇതിൽ ഒരു വിട്ടുവീഴ്ചയോ ഇതിലൊരു നീക്കുപോക്കോ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സാധ്യമല്ല. നമ്മളൊരിക്കലും അൽ ഇസ്ലാം യഅലു വലാ യുഅല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. ഇസ്ലാം അത് ഉയർന്നുകൊണ്ടേയിരിക്കും, അതിനൊരു ശക്തിക്കും അതിജയിക്കാൻ സാധിക്കില്ല. നമ്മൾ ഈ പണി നിർത്തിയാൽ ചെയ്യുന്ന ആളുകൾ വേറെ വരും.
നമ്മക്കതിനെ എത്രത്തോളം ശക്തിപ്പെടുത്താൻ, ഈ അള്ളാഹുവിൻ്റെ ദീനിനെ, ഈ സത്യമതത്തെ ശക്തിപ്പെടുത്താൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നു, അതിലെത്രത്തോളം പങ്കുവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. അത് നമ്മൾ ഒരാൾ വരും ഈ ദീൻ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, ഇത് അന്ത്യപ്രവാചകൻ പുണ്യ മുഹമ്മദുൽ മുസ്തഫാൻ്റെ സല്ലല്ലാഹു അധ്യാപനങ്ങളാണിത്. ഇതിനെ ഒരിക്കലും തകർക്കാനും, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ. അതല്ല അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ പേരല്ല. നിങ്ങൾ ഏത് വിഘടന ഈ വിദഅത്തിന്റെ പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കി, എല്ലാവർക്കും ഒരു തുടക്കക്കാരനെ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ നമുക്ക് പറയാൻ കഴിയില്ല അഹ്ലുസുന്ന മാ അന അലൈഹി വസ്വഹാബി സുന്നത്തു റസൂലില്ലാഹി വജമാഅത്തു സ്വഹാബ. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, അതിൽ സ്വഹാബത്ത് അതെങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ പ്രായോഗികവൽക്കരിച്ചു, താബിഈങ്ങളും തബഉ താബിഈങ്ങളും മദ്ഹബിന് നമുക്കൊരു ചങ്ങലാണ്. നമ്മുടെ ചങ്ങല നമ്മുടെ ഉസ്താദിൽ തുടങ്ങിയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ മുറിയാതെ, ഇത് എവിടുന്നെങ്കിലും കിട്ടുന്ന സാധനമല്ല, ഇത് എവിടുന്നെങ്കിലും പുതിയ കാലത്ത് വല്ല പരിഭാഷ നോക്കി കണ്ടുപിടിക്കണമല്ല. മതത്തിൽ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ദീനെന്ന് പറഞ്ഞാൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീന് പൂർത്തീകരിച്ച്. നമുക്ക് ഒരഭിപ്രായവും ദീന് പറയാൻ പറ്റൂല. എത്രത്തോളം എന്നറിയോ, വിശുദ്ധ നമ്മൾ സാധാരണ പറയും നമുക്ക് ഏറ്റവും അപകടം ഉണ്ടാകും എൻ്റെ അഭിപ്രായത്തിൽ. നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാം, ആ AC അവിടെ വെച്ചാൽ മതി, ഇനി ഇത് ചോപ്പ് കാർപ്പറ്റാണ്, നല്ല രസം ഉണ്ടാവും, അതൊക്കെ നമുക്ക് പറയാം. മതത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അവിടെ വൈബിയേക്കും. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാ. എനിക്കതിനോട് യോജിപ്പില്ല, ആർക്ക് യോജിപ്പില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞതിന് ഇവർ യോജിപ്പില്ല. ഇങ്ങനത്തതായ ജഹലത്തിൽ നമ്മൾ വയ്ക്കാൻ പാടില്ല. ആ പ്രയോഗം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതബേട് കൊണ്ട് അതാണ് നമ്മൾ മറ്റുള്ളവർ നമ്മൾ വ്യത്യാസം. നമ്മൾ പറയുന്നതാ ഇമാം ഷാഫി, ഇപ്പം നമ്മളെന്താ അവിടെ സംസാരിക്കണേ, അതിൻ്റെ അഭിപ്രായം പറയണത് അല്ല, എനിക്കത് അഭിപ്രായം. ഇതിൽ പറയാം നമുക്ക് ആർക്കാണ് യോഗ്യത, എത്രത്തോളം ഒരു മനുഷ്യന് ഖുർആനിലൊരു അഭിപ്രായം പറയുകയും നമ്മൾ ഈ ചക്ക ഉണപ്പം മൂലയത്ത് എന്ന് പറഞ്ഞാൽ ശരിയായി പോയി ചെയ്താൽ പോലും അവന് വൈബ് വെച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. ഖുർആനിലൊരു മനുഷ്യനൊരു അഭിപ്രായം പറയണമെങ്കിൽ അവനുണ്ടായിരിക്കേണ്ട വിജ്ഞാന ശാഖകളെ ഇമാം ബൈളാവി ഉൾപ്പെടെ വിശദീകരിക്കുന്നുണ്ട്. ആ വിജ്ഞാന ശാഖകളുടെ പേര് കാണാൻ വേണ്ടി നമുക്ക് രണ്ട് സമയം. അതൊക്കെയാണ് നമ്മളൊക്കെ അവസ്ഥ. അതുകൊണ്ട് മുൻഗാമികളായ ആളുകൾ നടന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുകയും ആ വിജയത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് താണ്ടാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ വൈകേടിൻ്റെ വക്താക്കൾ അവരെ പറ്റിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രയും കൃത്യമായി കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ യഗ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും. അവസാന കാലഘട്ടത്തിൽ പച്ചക്കളവ് പറയുന്ന, സത്യത്തെയും ബാത്തിലിനെയും ഇങ്ങനെ കൂടിക്കലർത്തിക്കൊണ്ട് നമുക്ക് വസ്വാസുണ്ടാക്കുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിൽ വരും. അവർ നമ്മളെ മുൻഗാമികളൊന്നും പറഞ്ഞത് കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ പറയും. ഫഇയ്യാകും വഇയ്യാഹും, വളരെ അവരെ സൂക്ഷിച്ചു കൊള്ളണം, വളരെ സൂക്ഷിച്ചു കൊള്ളണം. ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും, അവർ നിങ്ങളെ വൈകേടിലാക്കാതിരിക്കട്ടെ, അവർ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമ്മളെ അറിവ് വളരെ പരിമിതമായിരിക്കും. ആ പരിമിതമായ അറിവ് വെച്ചിട്ട് അബദ്ധങ്ങളായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മുടെ ആഖിബത്ത് മോശമാക്കുകയും നമ്മൾ വൈബേച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅ ആ ആശയത്തിൽ നമ്മൾ പടിയുറച്ച് നിൽക്കണം. അതിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഏത് പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്തും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്ന ആദർശം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷം കൊണ്ട് പ്രബോധനം ചെയ്ത ഖുലഫാഉൽ അർബഅ സർവ്വതും സമർപ്പണം ചെയ്ത് നിലനിർത്തിയ ഈ ലക്ഷോപലക്ഷം അല്ലാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും കാവൽ കടന്ന ഈ ആദർശം, ഇതിലെ ബിദ്അത്തിന്റെ വക്താക്കളുമായി നമ്മളെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. നമ്മളെ നിലപാടെന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയ നിലപാടല്ലത്, അത് വിശുദ്ധമായ ദീനിന്റെ നിലപാടാണ്. നിങ്ങൾ നോക്കിയേ, നഖലൽ ബഖവിയ്യു ഇജ്മാഅ സ്വഹാബത്തി വത്താബിഈന വഉലമാഇ അഹ്ലി സുന്ന അലാ മുആദാത്തി അഹ്ലിൽ ബിദ്അ. ബിദ്അത്തുകാരോടുള്ള ദേഷ്യം, അവരോടുള്ള ആ മതപരമായ നിലക്കുള്ള അവരോടുള്ള വെറുപ്പിന്റെ വിഷയത്തിൽ സ്വഹാബത്തിൻ്റെയും ത്വാബിഈങ്ങളുടെയും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ എല്ലാ ഉലമാക്കളുടെയും ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞ് മഹാനവറുകളുടെ വാക്കവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഖദ് മളത്തി സ്വഹാബത്തു വത്താബിഊന വഅത്ബാഉഹും വഉലമാഉസ് സുന്നത്തി അലാ ഹാദാ മുജ്മഈന മുത്തഫിഖീന അലാ മുആദാത്തി അഹ്ലിൽ ബിദ്അ വമുഹാജറതിഹിം. എന്നിട്ട് സംസാരിക്കണില്ല. സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ എല്ലാ ഉലമാക്കളും ഒരഭിപ്രായ വ്യത്യാസം പോലുമില്ല ഈ വിഷയത്തിൻ്റെ, ഈ അവരോട് ശത്രുത വെക്കണമെന്ന വിഷയത്തിലും അവരുമായി ബന്ധം വിച്ഛേദിക്കണം, മതപരമായ നിലക്കുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന്
ഒരഭിപ്രായ വ്യത്യാസം പോലുമില്ലെന്ന് ഇമാം ബഗ്വി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിക്കുകയാണ്. ഇതൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിക്കൊണ്ട് ഉലമാക്കൾ നമുക്കനുസരിച്ച് നടക്കാൻ പറ്റും. നമുക്ക് ഇമാം ഷാഫിയുടെ വഴി, ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ വഴി, മഹാനായ ഇമാം നൗബി തങ്ങളുടെ വഴി, ഷെയ്ഖ് ജീലാനിയുടെ വഴി, അവർ പറഞ്ഞ വഴിക്കേ നമ്മൾ സഞ്ചരിക്കാൻ പറ്റൂ. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിൻ്റെ ദീനി നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ച് നടക്കണം. നമ്മളോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഓല് പറയുന്ന അനുസരിച്ചല്ലേ നടക്കാൻ പറ്റും. ദേഷ്യം പിടിക്കുന്ന ആൾ പറഞ്ഞ അനുസരിച്ച് നമുക്ക് നടക്കാൻ കഴിയോ? ഇമാം ഷാഫി പറഞ്ഞതിന് എതിരൊരാൾ പറയാം, അവർ പറയണ നമ്മൾ കേൾക്കാം. ഇമാം നവവി പറഞ്ഞതിന് എതിരൊരാൾ പറയാം. എങ്ങനെ നമുക്ക് ഇത് നമ്മളോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഇത് ദീനിൻ്റെ നിയമം. ഇതിപ്പോൾ ഭവ്യമാവിനോട് വളരെ ദേഷ്യം പിടിക്കാം, നമ്മളോട് ദേഷ്യം പിടിച്ച്. ഇത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിശുദ്ധമായ നിയമങ്ങൾ ഉലമാ വിശദീകരിച്ചതാണ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് പറയുന്നുണ്ട്, മൻ അഹബ്ബ സ്വാഹിബ ബിദ്അത്തിൻ അഹ്ബതല്ലാഹു അമലഹു വഅഖ്റജ നൂറൽ ഇസ്ലാമി മിൻ ഖൽബിഹി. ഒരു ബിദ്അത്തുകാരനോട് ഒരു സ്നേഹം ഒരുത്തനുണ്ടായി, ഓരോട് പ്രത്യേക താല്പര്യം വന്നു കഴിഞ്ഞാൽ അവൻ്റെ അമലുകൾ അള്ളാഹു പൊളിച്ചു കളയുകയും ഇസ്ലാമിൻ്റെ പ്രഭ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു പുറപ്പെടുവിച്ചു കളയുകയും ചെയ്യുമെന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കാൻ. ഇമാം ഷാഫി തങ്ങളെ തൊട്ട് ഉദ്ധരണി ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. വകാന ശാഫിഈ റളിയല്ലാഹു അൻഹു ശദീദൻ അലാ അഹ്ലിൽ ഇൽഹാദി വഅഹ്ലിൽ ബിദ്അ. ഈ നിരീശ്വര ചിന്താഗതി പ്രത്യാശാസ്ത്രങ്ങളോടും നിരീശ്വരവാദ പ്രത്യാശാസ്ത്രങ്ങളോടും ബിദ്അത്തുകാരോടും ഇമാം ഷാഫി ശക്തമായ നിലക്ക് വെറുപ്പുള്ളയാളായിരുന്നു. ശക്തമായ നിലക്ക് അതിനെ നേരിടുന്ന ആളായിരുന്നു. മുജാഹിറം ബിബുഅദിഹിം വഹജ്രിഹിം. അവരോടുള്ള ദേഷ്യവും അവരോടുള്ള ബന്ധവിച്ഛേദനവും ഇമാമുന ശാഫിഈ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കാറുണ്ട്. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്ത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ തുടങ്ങിയ വിശുദ്ധമായ ദീൻ, ആ ദീനിനെ സംരക്ഷിക്കാൻ ഇവിടെ പല ജാതി സംഗതികൾ വന്നപ്പോൾ പുതിയൊരു സംഗതി ഉണ്ടാക്കിയതല്ല. അതിൻ്റെ പേരാണ്, ഒരു രജിസ്ട്രേഷൻ പേരാണത്. അത് ഇമാം ഷാഫിയുടെ വഴിയാണ്. അവർ മഹാന്മാരെന്ത് പറഞ്ഞു അതിവിടെ നിലനിൽക്കണം. അതിനെതിരെ വരുന്ന വിശ്വാസികളുടെ ഈമാൻ കട്ടെടുക്കുന്ന വൈകേടുകളോട് സന്ധിയില്ലാ സമരം നടത്താൻ മഹാനായ ഖുത്ബുസ്സമാൻ അസയ്യിദ് വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. അതുകൊണ്ട് ഈ ഉന്നതമായ പ്രസ്ഥാനത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുകയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ സേവനങ്ങൾ ചെയ്യുകയും ചെയ്യണം. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഔലിയാക്കളായ ആളുകൾ ആ പിടുത്തവും സഹായത്തിനൊക്കെ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ വഴി എന്ന് പറഞ്ഞാൽ ഈ ആധികാരിക പരമോന്നത പണ്ഡിത സഭയോട് ചേർന്ന് നിൽക്കുകയും അതിൻ്റെ സേവകരായി നമ്മൾ നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉലമായെ നമ്മൾ പരിഹസിക്കാൻ പാടില്ല. ഭയങ്കര അപകടം രണ്ട് വീട്ടിലും അത് കാരണം നമുക്കുണ്ടാവും. ഞാൻ പറയാം, യഥാർത്ഥമായ ഉഹ്റവിയായ ശൈഖുനാ ശംസുൽ ഉലമയെ പോലെയുള്ള അവരെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നാവിനെ നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഈ ബിദ്അത്തുകാരുടെ പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് പൊതുവെയുള്ളൊരു സ്വഭാവമാണത്. സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ വൈകേടിൻ്റെ ആളുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് വലിയ അപകടം. ഈ ശരീഅത്ത് എന്ത് കേൾക്കണം കേൾക്കണ്ടെന്ന് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മഹാനായ സുഫിയാൻ സൗരി പറയുന്നുണ്ട്, മൻ അസ്ആ ബിഉദ്നിഹി ഇലാ സ്വാഹിബി ബിദ്അത്തിൻ. ഒരുത്തവൻ്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് ബിദ്അത്തുകാരുടെ പ്രസംഗം പോയി നോക്കുക. കാരണം സാധാരണക്കാരായ ആളുകൾ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. നമ്മളെപ്പോലത്തെ ആളുകൾ ഈ ബിദ്അത്തുകാരുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടാൽ ഇബ്ലീസ് നമ്മളിങ്ങനെ നശിപ്പിക്കുക. മഹാനവറുകൾ പറയുന്നത്, ബിദ്അത്തുകാരൻ്റെ പ്രസംഗത്തിലേക്ക് ഒരുത്തൻ ചെവി കൂർപ്പിച്ച് കേട്ടാൽ ഖറജ മിൻ ഇസ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ പുറത്തു പോവുകയും വഉക്കില ഇലൈഹാ യഅനി ഇലൽ ബിദ്അ, ഓൻ അവസാനം ബിദ്അത്തുകാരനായി മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. വിശുദ്ധമായ ദീനിനു വേണ്ടി നമ്മൾ ശക്തമായ സേവനങ്ങൾ ചെയ്യുകയും ഇങ്ങനത്തെ വൈകേടുകളോടൊക്കെ നമ്മൾ സന്ധിയില്ലാതെ, അത് നാട്ടിലൊന്നും പ്രശ്നം ഉണ്ടാക്കണം എന്നല്ലേ പറയണത്. ഓരോ നാട്ടിലും ഏത് രൂപത്തിലാണോ അതിനെ പ്രതിരോധിക്കാൻ കഴിയുക ആ രൂപത്തിലൊക്കെ അതിനെ പ്രതിരോധിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നമ്മൾ ശക്തി പകരുകയും നമ്മുടെ നേതൃത്വത്തിന് നമ്മൾ ശക്തി വരികയും അതിൻ്റെ പിന്നിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുക. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രൂപീകരിച്ച ആളുകളൊക്കെ വലിയ വലിയ ആളുകളാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഖാദിരിയ ത്വരീഖത്തിൻ്റെ ഷെയ്ഖും വലിയ മഹാനായ വലിയും ഷെയ്ഖുനാ ശംസുൽ ഉലമ അൽ ഖുത്ബ് എന്ന് വിശേഷിപ്പിച്ച ആളുമാണ്. അപ്പം അങ്ങനത്തെ ആളുകൾ രൂപീകരിച്ച് പ്രസ്ഥാനത്തിൽ നമ്മൾ അണിചേരുകയും നമ്മളെ പല നിലക്കുള്ള വസ്വാസുകളും പിടിവരും. പല ഭാഗത്തു നിന്ന് ബിദ്അത്തുകാരൻ്റെ വക പലതുണ്ടാവും. പല ഭാഗത്തു നിന്നും പലവിധ വസ്വാസുകൾ നമ്മൾ നേരെ വരുമ്പം എപ്പോഴും നമ്മൾ ആ വിശുദ്ധമായ ദീൻ നമ്മൾ ഇത് ഒഴിവാക്കി പോയി കഴിഞ്ഞാലും ഈ ദീൻ ഇവിടെ നിലനിൽക്കും. ഈ ദീൻ ഇവിടെ നിലനിൽക്കുമെന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ,
ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ്, ഇതിൻ്റെ പ്രൊട്ടക്ഷൻ അള്ളാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ആ ഒരു സംരക്ഷണ പോരാട്ടത്തിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുകയും ഈ പ്രവർത്തനത്തിൽ സജീവമാണെന്ന് നിങ്ങളോടൊക്കെ സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടലൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കൈകളിലേക്ക് നമ്മളെ കൈകൾ ചേർക്കാനുള്ളൊരു തൗഫീഖായിക്കൊണ്ട് അള്ളാഹു മാറ്റി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യം കൊണ്ട് ഈ ഉന്നതമായ മജ്ലിസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.